സൈനിക നടപടി നടന്ന സമയത്ത് ആരും ബി ജെ പി ഗവൺമെൻറ്റിനെ എതിർത്തിട്ടില്ല. പക്ഷേ ഈ ഇടപെടൽ വന്നപ്പോൾ വ്യത്യസ്ത അഭിപ്രായം വന്നു. അതുവരെ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം വന്നു എന്ന് പറയുന്നത് തന്നെ ബി ജെ പി ഗവൺമെൻറ്റിന് കുറച്ച് പ്രതിരോധത്തിൽ വന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നിന്നും വന്നു. അങ്ങനെ വന്ന് ഗവൺമെൻറ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ആ പ്രതിരോധത്തിൽ മോഡിയേക്കാൾ വലിയ ന്യായീകരണം ശശി തരൂർ പറയുന്നു. അതാണ് പ്രശ്നം. ആ പറയുന്ന ശശി തരൂർ തെരഞ്ഞെടുപ്പിന് ജയിച്ചപ്പോൾ മോഡി ഏറ്റവും വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. എന്ന് ജയിച്ചതിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വ്യത്യസ്ത അഭിപ്രായം പറയുന്നവർ, അങ്ങനെ പറയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഞാൻ ചോദിക്കട്ടെ, മോഡിയുടെ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് മോഡിയുടെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിൽ ഇരുന്ന ഒരാൾ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞാൽ അവനെ ചെവിക്ക് പിടിച്ച് ദൂരെ എറിയും. ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും എറിയും. അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ കോൺഗ്രസ്സിനുള്ള വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം നിലനിൽക്കുന്ന സമയത്ത് ഞാനതിനോട് യോജിക്കുന്നില്ല, ഞാൻ സ്വന്തമായ അഭിപ്രായം പറയും എന്ന് പറയുകയും അത് ബി ജെ പിക്ക് ഏറ്റവും വലിയ പിടിവള്ളിയാവുകയും ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇരട്ടത്താമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ.